ഒന്ന് ചൂടാക്കിക്കേ. 14, 2 കട്ടൻ 2 വിത്തൗട്ട്. മരുമോക്കുള്ളത് അമ്മായിയപ്പന്റെ വക സ്പെഷ്യൽ ആയിക്കോട്ടെ. ഫിലിപ്പോസേ, പാല് കുറയ്ക്കരുത് പറഞ്ഞേക്ക്, തൊട്ട് എണ്ണി കൊടുക്കുന്നതാ. ഒന്നും തോന്നരുത്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. ഈ രൂപത്തിലുള്ള കൈമളാശാനെ എങ്ങനെ കനകാമ്പനെ പോലെ ഒരു മോനുണ്ടായി? അതൊരു ട്രേഡ് സീക്രട്ട് ആടോ ഫിലിപ്പോസേ. 67 കൊട്ടാരം തിയേറ്റേഴ്സിന്റെ ഹിറ്റല്ലായിരുന്നോ ലങ്കാദഹനം? ഞാൻ ആ ദശരഥൻ. അന്നൊക്കെ മിക്കവാറും ഡബിളാ. അപ്പോഴാ കല്യാണം. അന്നും കളി ഉണ്ടായിരുന്നു കോട്ടയത്ത്. കൊച്ചുകുളപ്പാൻകാലത്ത് ആ വീട്ടിലെത്തിയത് ദശരഥന്റെ വേഷത്തിൽ തന്നെ ആദ്യ രാത്രി. അതാ ശ്രീരാമനെ പോലെ ഇങ്ങനെ. കനകോ, ശാകുന്തളം എങ്ങനെ? ഓട്ടം ഉണ്ടോ? ഉണ്ടോന്നോ? നല്ല കഥയായി. ഫെബ്രുവരി 31 വരെ എന്നും ഡബിളാ. 31 അല്ല, 33. പണ്ടത്തെ പോലെയൊന്നും അല്ല ശങ്കരേട്ട. ചിലരൊക്കെ പടിയിറങ്ങിയതോടെ ട്രൂപ്പ് കയറി അങ്ങ് കൊളുത്തി. കൊട്ടാരം തിയേറ്റേഴ്സിന്റെ സാധനത്തിന് നല്ല ഡിമാൻഡാ. തട്ടേ കയറുന്നതിന് മുമ്പ് കളിയൊന്നൊക്കെ 17,000 എണ്ണി കിട്ടും. പിന്നെ എന്തിനാണ് ഫിലിപ്പോസേ പലിശക്കാരെ പേടിച്ച് പ്രാന്താശുപത്രി പോയത്? കോടീശ്വരന്മാരാകുമ്പോ വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയെന്ന് വരും. പണം പലിശക്ക് എടുത്തൊന്നും വരും. ഓട്ട ചായ കുടിച്ചിരിക്കുമ്പോൾ വണ്ടി കയറോ ഫിലിപ്പോസേ? 17,000 എന്നൊക്കെ വെറുതെ പൊങ്ങച്ചം പറഞ്ഞതാ. കളി പിടിച്ചത് 7. പിരിച്ചിവിടെ ഇനി 2,000 വേറെ വേണം. 2,000 തയ്യോന്നറിയില്ല. അവനെ അറിയിക്കണ്ട, കാര്യങ്ങൾ നടത്താം. അമ്മേ, ഒരു പൊടി തന്നെ. കനകേട്ടാ, വീണ്ടും ഒരു കിഴി. എവിടെ? വീണ്ടും ക്യാഷ്. പിച്ചക്കാരനാണെങ്കിലും അന്തസ്സുണ്ടെന്ന് മനസ്സിലായി. പണം തൊട്ടില്ലല്ലോ. ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. ആവശ്യത്തിന് ചെലവാക്കാം. പേടിക്കണ്ട, തിരിച്ചു ചോദിക്കില്ല. വീണ്ടും കാന്തപുരം പ്രദേശ്. ആരാണാവോ ഈശ്വര ഇതൊക്കെ ചെയ്യണത്? ഇതേ ഓപ്പറേഷൻ ലോകത്ത് ഇതിനു മുമ്പ് നടത്തിയത് ശ്രീകൃഷ്ണൻ മാത്രമാ. കുചേലിന് കൊട്ടാരവും സകല സൗഭാഗ്യങ്ങളും വാരിക്കോരി കൊടുത്ത കഥ നീ കേട്ടിട്ടില്ലേ ഭാരതി? ഇതിപ്പോ രാമനും കൃഷ്ണനും ഒന്നും കൊണ്ടിട്ടതല്ല. എന്തായാലും ഇതിനകത്തൊന്നും എടുക്കാൻ നിൽക്കണ്ട. അവരെങ്ങാനും മനസ്സ് മാറി തിരിച്ചു വെച്ചാലോ? ഓ പിന്നെ, കടം മേടിച്ച് തിരിച്ചു കൊടുക്കുന്നില്ല, പിന്നെയാണ് കളഞ്ഞു കിട്ടിയത്. തലയിരിക്കുമ്പം വാലാടണ്ട. നീ ഒരു കാര്യം ചെയ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്ക്. അടിച്ച് പൊളിച്ചൊരു ഷോപ്പിംഗ്. പിന്നെ വിക്രമാദിത്യന്റെ കിരീടം ഒന്ന് ശരിയാക്കണം. അത് കഴിഞ്ഞൊരു ഉഗ്രൻ സദ്യ. വേഗം പൈസ ചെലവാക്കാനായിട്ട് കൈ ചൊറിയുന്നടി. അരി നമുക്ക് ഹോൾസെയിൽ എടുക്കാം. 10 ചാക്കെങ്കിലും വേണ്ടേ? എന്തിനാത്രേ? പുതിയ ബുക്കിംഗ് ഇല്ലെങ്കിൽ 1 വർഷം പട്ടിണി എടുക്കണ്ടല്ലോ. നാടകം വലിയ കനകാമ്പര. പിന്നെ ഇന്ന് ഡബിളാ. ആദ്യം കണ്ണൂര്, പിന്നെ തിരുവനന്തപുരം. നോക്കുന്നുണ്ട്, ഒരു വേല കാണിച്ചു തരാം. മിണ്ടരുത്. കനകന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് അങ്ങിരുന്ന് അറിയട്ടെ. എണ്ണി പലിശക്കാരുടെ മുമ്പിൽ എങ്ങാനും ചെന്ന് പെടും. പിന്നെ അരി സാമാനങ്ങൾ വാങ്ങണ കാര്യം ഗോപി. എന്തൊരു ചൂട്. അവിടെ നിന്ന് തരുന്ന പഴയ സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് കേടാക്കണ്ട. നമ്മൾ ഐസ്ക്രീമും ചിക്കനും തിന്നാൻ പോകുന്നല്ലേ. ഐസ്ക്രീമും ചിക്കനും എന്ത് കോമ്പിനേഷൻ ആണാ പോത്തെ? കള്ളം പറഞ്ഞാൽ യോജിപ്പോടെ പറയണ്ടേ? ഭാരതി കുട്ടിയെ വിളിച്ചോണ്ട് വരുന്നുണ്ടോ? അതെ, കുഞ്ഞിനെ വെറുതെ വിഷമിപ്പിക്കണ്ട. അവളുടെ മുത്തശ്ശനല്ലേ. അത് ന്യായം. ഓ അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? ശരി, ഒരു വിലയില്ലാത്ത അമ്മായിച്ചന്റെ സ്നേഹവും വാങ്ങിച്ചോണ്ട് നീ വീട്ടിലേക്ക് ചെല്ലേ. ഒത്തിരി വിലയുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓട്ടോ മീറ്റർ ഇട്ടോ, കടമല്ല. നൗട്ടിയെ നല്ല ചൂടന. അമ്മൂട്ടിയുടെ മുത്തശ്ശനെ പോലെ. എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കുട്ടി. പിച്ചക്കാരനായ തന്തയായാലും സ്വന്തം മക്കൾ നല്ല നിലയിൽ എത്തണമെന്നാവും ഓരോ രക്ഷകർത്താവും മോഹിക്കുക. ഒരുപാട് കണക്കൂട്ടലുണ്ടായിരുന്നു മനസ്സിൽ. അതൊക്കെ തെറ്റിയപ്പോ കൈമളാശാൻ സഹിച്ചില്ല. നിന്നെ എനിക്കിഷ്ടാ. നല്ല ആർട്ടിസ്റ്റാ. പരിപ്പര, ഉഴുന്ന് 3, സൂചി 5, കായം 4, കായം 4, കാല്, പഞ്ചസാര 5, റവ 6, ഏലക്ക 700. കൂട്ടിയോ? കൂട്ടി. കനകോ, ഇത് കടവല്ലേ? അല്ലെന്നേ. എന്നാ ബാക്കി പോരട്ടെ. ചുവന്നുള്ളി 2, വെളുത്തുള്ളി 1/2, ശർക്കര 5, കടുക് 3 കിലോ. 3 കിലോ കടുകോ? ആയുഷ്കാല പർച്ചേസാ. തൂര 3, വെല്ലൻ 2, ഹോർലിക്സ് 3, പിയേഴ്സ് 5. അല്ല, പിയേഴ്സ് ഒരു 10 എണ്ണം പോരട്ടെ. കനക കഥം പറയൂട്ടോ. കൊറേ നേരായില്ലോ തുടങ്ങിയിട്ട്. ഇനിയും മിണ്ടിയ ഇത് കണ്ടോ, തിരികെ കേട്ടി ഞാൻ. ഇവന്മാരെവിടെ വന്നോ? വൃത്തികെട്ടത്.
ഒരു കാര്യം പറയാനാ. അയ്യേ ഇത് മറ്റേതാ തളാങ്കു തിരികരുതോ. എടോ താൻ കുറെ നേരമല്ലോ തുടങ്ങിയിട്ട് എന്താ വിളിച്ചെന്നെ? അയ്യോ എന്റെ പൊന്നു പ്രഭാകരേട്ടാ നിങ്ങളെ പറഞ്ഞതല്ല പിന്നെ? ഓ അവരെ പോയോ? സോറി